ഭാര്യയുടെ മഹർ കുറക്കാൻ പറ്റുമോ? രക്ഷിതാവിന് മഹറിൽ നിന്ന് വല്ലതും വിട്ടുവീഴ്ച നൽകാൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച. അൽ-ബഖറ 237. വൈൻ തല്ലഖ്തുമൂഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന വഖദ് ഫറദ്തും ലഹുന്ന ഫരീള ഫനിസ്ഫു മാ ഫറദ്തും ഇല്ലാ അൻ യഅഫൂന ഔ യഅഫു വല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ്. അൽ-ബഖറ 237. അർത്ഥം: വൈൻ തല്ലഖ്തുമൂഹുന്ന, നിങ്ങൾ അവരെ ത്വലാഖ് ചൊല്ലിയാൽ, മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, അവരെ നിങ്ങൾ സംയോഗം ചെയ്യുന്നതിന് മുമ്പ്, വഖദ് ഫറദ്തും ലഹുന്ന ഫരീള, അവർക്ക് കൃത്യമായ ഒരു മഹർ നിങ്ങൾ കണക്കാക്കിയിരുന്നു. അങ്ങനെ പിരിയേണ്ടി വന്നു, നിക്കാഹ് ചെയ്തു, ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് പിരിയേണ്ടി വന്നാൽ കൊടുക്കേണ്ടുന്ന മഹർ എത്ര? ഫനിസ്ഫു മാ ഫറദ്തും, നിങ്ങൾ കണക്കാക്കിയതിൻ്റെ പകുതി മാത്രം. സംയോഗത്തിന് മുമ്പ് വിവാഹം പൊട്ടിപ്പോയാൽ പകുതിയാ കൊടുക്കേണ്ടത്. വിവാഹത്തിൽ പങ്കെടുത്തു എന്ന നിലക്ക് പകുതി പെണ്ണിന് കിട്ടും. വിവാഹ സംയോഗം ചെയ്യാത്തത് കൊണ്ട് വേറെ പകുതി ഭർത്താവിന് തിരിച്ചു. ഇല്ല അയ്യാഫൂന, ഈ പകുതി വേണ്ട എന്നവർ പറഞ്ഞാൽ ഒഴികെ തീരെ വേണ്ട, അപ്പം ഭർത്താവ് ഒന്നും കൊടുക്കണ്ട. ഇല്ല അയ്യാഫൂന, സ്ത്രീകളാണ് മാപ്പ് നൽകുന്നത്. ഞങ്ങൾക്ക് പകുതി വേണ്ട, നിങ്ങൾ ഒന്നും തരേ വേണ്ട. ഔ യഅഫു വല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹി, അല്ലെങ്കിൽ നിക്കാഹിന്റെ ഉടമസ്ഥൻ മാപ്പ് ചെയ്താൽ ഒഴികെ. നിക്കാഹിന്റെ ഉടമസ്ഥൻ മാപ്പ് ചെയ്യുക. ഈ ഉടമസ്ഥൻ ആരാണ്? അടയാൻ തർക്കം. ആരാ ഉടമസ്ഥൻ? വലിയ അല്ല പുതിയ പളയാ? ഒരു കൂട്ടർ പറയുന്നത് വലിയ മുറാദ്. അപ്പം വലിയ മാപ്പ് ചെയ്യൽ വരും. എൻ്റെ മകൾക്ക് നിങ്ങൊന്നും കൊടുക്കണ്ട, പോട്. നേരത്തെ പെണ്ണുങ്ങളാണ് മാപ്പ് നൽകിയത്, പെണ്ണുങ്ങൾ തന്നെ മാപ്പ് നൽകണമെന്നില്ല. ഔ യഅഫു വല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹി, രക്ഷിതാവ് മാപ്പ് നൽകിയാലും അവന് പോകാം. അപ്പോൾ നിക്കാഹിന്റെ ഉടമസ്ഥനാരായി? വലിയായി. അപ്പം വലിയന് എന്തുണ്ട്? പെണ്ണിന്റെ മഹർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ അധികാരമുണ്ട്. പോയിക്കോട്ട് എന്നല്ലേ പറയുന്നത്. പെണ്ണുങ്ങന്മാർ മാപ്പ് ചെയ്താൽ ഏതായാലും പോവാ, മഹറൊന്നും തരാണ്ട്. രക്ഷിതാവ് ഇടപെട്ടിട്ട് എന്താക്കാം? പറയാ, എൻ്റെ മകൾക്ക് നിങ്ങൾ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ മഹറേ കൊടുക്കണ്ട, നിങ്ങൾ പോ, എൻ്റെ മകൾക്ക് വേണ്ടത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അൽ-ബഖറ 237. അവിടെ അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ് കൊണ്ട് മുറാദ് വലിയാണ് എന്നാണ് മാലിക്കി മദ്ഹബ്. ഷാഫി മദ്ഹബിൽ ഖദീബ് അങ്ങനെ വാദിക്കുന്നുണ്ട്. ബിക്റായ പെണ്ണിന്റെ, കന്യകയായ പെണ്ണിന്റെ, ചെറിയ പെണ്ണിന്റെ ഉപ്പയാണ് മുറാദ്. അതായത് എങ്ങനെയും രക്ഷിതാക്കളാണ് ഇതിന്റെ ഉടമസ്ഥർ, മാപ്പ് ചെയ്യാൻ തരപ്പെട്ടവർ എന്ന് വാദിക്കുന്നുണ്ട്. മാലിക്കി മദ്ഹബിൽ മാത്രം കർശനവാദം. മാലിക്കി മദ്ഹബ് പറയും രക്ഷിതാവിന് പരമാവധി മാപ്പ് ചെയ്യാം, മകളോട് ചോദിക്കാനൊന്നും വേണ്ട എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ബാക്കിയുള്ളതിൽ നേർക്ക് പറഞ്ഞിട്ടില്ല. ഷാഫി മദ്ഹബിൽ ഒരു ഖദീമായ കൗലുണ്ട് എന്ന് മാത്രം. പിന്നെ അഹ്മദ് ബിൻ ഹംബലിനും അങ്ങനത്തെ ഒരു ലൈഫ് കൗലുണ്ട്, രക്ഷിതാവ മുറാദ്. അതല്ല, ബാക്കി 3 മദ്ഹബ് പറയുന്നു നിക്കാഹിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ഭർത്താവ്. ഭർത്താവ് മാപ്പ് ചെയ്താൽ ഒഴികെ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ മാപ്പ് എങ്ങനെയാണ്? നീ ഫുൾ മഹർ എടുത്തോ, എനിക്ക് പകുതി വേണ്ട, അതാ മാപ്പ്. എനിക്ക് തരാനുള്ളത് തരണ്ടെന്നുള്ള മാപ്പല്ല. ഞാനിതാ മുഴുവനായും മഹർ തരുന്നു, നേരെ പകുതി നിനക്കും നേരെ പകുതി എനക്കും എന്നത് വേണ്ട, എന്റതും കൂടി ആര് പിടിച്ചോളി അന്നാണ്. അതാണ് സൗജാണ് മുറാദ് എന്നാണ്. ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഷാഫി മദ്ഹബ് അങ്ങനെയാ വേന വെക്കേണ്ടത്. എങ്ങനെ മനസ്സിലായില്ലേ? ഷാഫി മദ്ഹബിൽ ഖദീമായ ഖൗല് വാദിക്കുന്ന രക്ഷിതാവിന് പരിപൂർണ്ണ അധികാരമുണ്ട് പോലും മഹർ തള്ളിക്കളയാൻ, പെണ്ണിനോടൊന്നും ചോദിക്കേണ്ടതില്ല.
ഉപ്പയോ ഉപ്പാൻ്റെ ഉപ്പയോ ആവണം, സംയോഗത്തിന് മുമ്പാവണം. പെണ്ണ് വിക്രാവണം, ചെറുതാവണം, ബുദ്ധിയുള്ളവളാവണം, ഭ്രാന്തത്തിയല്ല. തലാഖിന്റെ ശേഷമാവണം. ഇതുവരെ മഹർ കൊടുത്തിട്ടില്ല, കൊടുക്കാൻ തുടങ്ങുന്നത്രേ. കണ്ട, അങ്ങനെയല്ല ഷർത്ത് വെച്ചിട്ട് പറയുന്ന തള്ളാനുള്ള പരിപൂർണ്ണ അധികാരം ആർക്കുണ്ട്. പക്ഷേ അത് വലിയ ഫായിദ അതിൽ കാണുന്നില്ല മാനയിൽ. അതുകൊണ്ട് 3 മദ്ഹബുകാർ കർശനമായി മുന്നേറുന്ന മാപ്പ് ചെയ്യേണ്ടത് ഒന്നിക്കൽ പെണ്ണുങ്ങന്മാരുടെ ഭാഗത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിക്കാഹിന്റെ ഉടമസ്ഥൻ നിന്ന്. നിക്കാഹിന്റെ ഉടമസ്ഥൻ ആരാ? ഭർത്താവ്. ഭർത്താവ് മാപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഭർത്താവ് പറയുന്നത് എനിക്ക് പകുതി വേണ്ട, മുഴുവൻ ആരെന്നെ പിടിക്കണം എന്നാ ഞങ്ങളുടെ ആശ. ചെറുതെന്നോ വലുതെന്നോ നോക്കണ്ട. ചെറുതാവണമെന്ന് ഷാഫി മദ്ഹബിൽ ഖദീമിലുണ്ട്. ചെറുതെന്നോ വലുതെന്നോ നോക്കണ്ട. കന്യക പെണ്ണിന്റെ മഹർ തള്ളിക്കളയാൻ ആർക്ക് അധികാരമുണ്ട്? ഉപ്പാക്ക്. മാലിക്കി മദ്ഹബാ പറഞ്ഞത്. ولا يجوز لأحد أن يعفو عن شيء من الصداق إلا للأبي. ഉപ്പാക്കല്ലാണ്ട് ഈ ആവതില്ല, വേറൊരാൾക്കുമില്ല. ഉപ്പാക്ക് മാത്രം, എല്ലാ രക്ഷിതാവിനും എന്നല്ല പറഞ്ഞത്. എന്നാൽ മസല കട്ടോളിൻ മിൻഹാജ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വലൈസ ലിവലിയ്യിൻ അഫ്വൻ അൻ സദാഖിൻ അലൽ ജദീദി. ജദീദായ ഖൗലനുസരിച്ച് രക്ഷിതാവിന് എന്തധികാരം? കാരണം ഇത് പെണ്ണിന്റെ അംശമല്ലേ. ബാലികത്തായ പെണ്ണുണ്ടെങ്കിൽ അവളോട് ചോദിച്ചിട്ട് തീരുമാനിക്കും. എനിക്കിടപെടാൻ പാടില്ല, പെണ്ണിന്റെ മുതലെ നശിപ്പിക്കാൻ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല. ഖദീം പറയുന്ന മുജിബിറായ ഉപ്പാക്കുണ്ട്. ഉപ്പ ഉണ്ടെങ്കിൽ ഉപ്പ, ഉപ്പ ഇല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉപ്പ. തലാഖിന്റെ ശേഷം അഫ്വ് നൽകാം, സംയോഗത്തിന് മുമ്പ്. പക്ഷെ ചെറിയ പെണ്ണാണെങ്കിൽ മാത്രം, ബുദ്ധിയുള്ള ചെറിയ പെണ്ണാണെങ്കിൽ മാത്രം എന്നവർ കൈതാക്കിയിട്ടുണ്ട്. ഈ അഫ്വ് കൊണ്ട് എന്താ ലാഭം? പെണ്ണിന് എന്താ ലാഭം? പെണ്ണിന് ലാഭമുണ്ട് എന്നാണ് ഖദീമുകാർ പറയുന്നത്. എന്താ? തർഗീബുൽ കുഫി ഫിൽ മൗലിയത്തി ബിഹുസ്നി മുആമലത്തി ഔലിയായിഹാ. ഇതിന്റെ പ്രവർത്തകന്മാരെല്ലാം വളരെ വളരെ പെണ്ണിന്റെ ബന്ധുക്കൾ വളരെ സ്വഭാവശീലന്മാരാണ് എന്ന് പേരെടുക്കാൻ സാധിക്കും. എൻ്റെ പെണ്ണിനൊന്നും കൊടുക്കണ്ട, നിങ്ങൾ പോട് എന്നെല്ലാം പറയുമ്പോൾ ഇവർ വലിയ മാന്യന്മാരാണ് എന്നെന്താകുന്നുണ്ട്. അതാണ് പോലും കണ്ടത്. പെണ്ണിനെ ഇത്രയും സംഖ്യ നഷ്ടപ്പെടുത്തിയത് എന്താ ഫായിദ? ഉപ്പാനെ കൊണ്ട് അതുണ്ട്. അമീറയിൽ പറയുന്നു ഹുസ്നി മുആമലത്തി ഔലിയായിഹാ. പെണ്ണിന്റെ രക്ഷിതാക്കളെല്ലാം വളരെ വളരെ ദീർഘദൃഷ്ടിയുള്ളവരാണ്, സ്വഭാവ വൈശിഷ്ട്യമുള്ളവരാണ് എന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ കണ്ട. അമീറയിൽ ഇത് പ്രത്യേകം പറയുന്നുണ്ട്. 3 ഇമാമിങ്ങളുടെ ദലീല് പറഞ്ഞാൽ തീർന്നു. സൗജ് തന്നെയാണ് ഇവിടെ മാപ്പാക്കൽ കൊണ്ട് മുറാദ്, ഉപ്പ അല്ല. സമർത്ഥിക്കട്ട. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെട്ടു അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹി. ഇവിടെ പറഞ്ഞല്ലോ നിക്കാഹിന്റെ ഉടമസ്ഥൻ മാപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞില്ലേ? അത് ആരാണ് നബിയെ? അത് സൗജാണ്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം, തബറാനി ഫിൽ ഔസത്ത്, ബൈഹഖി, അതുപോലെ സുയൂത്തി ഇമാം ദുർറുൽ മൻസൂറിലും വസ്തുനിഷ്ഠമായി തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ 3 മദ്ഹബിന്റെ പ്രഖ്യാപനത്തിന് ഹുജ്ജത്തായി സൗജാണ് അവിടെ മാപ്പാക്കേണ്ടത്. കണ്ട. കൂടാതെ സൗജാണ് എന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പ്രത്യേകം വന്നതാണ്. വലിയുൽ അഖ്ദി അസ്സൗജ്, വലിയുൽ ഉഖ്ദത്തി അസ്സൗജു അല്ലദീ ബിയദിഹി ഉഖ്ദത്തുൻ നിക്കാഹ് കൊണ്ടുള്ള മുറാദ് ഏത് തന്നെയാണ്? ദാറഖുത്നിയിലുണ്ട്. പിന്നെ രണ്ടാമത്തത് ഇസ്ഖാത്തുൽ വലിയ്യി മാലി മൗലിയത്തിഹി അലാ ഖിലാഫിൽ ഉസൂൽ. പെണ്ണിന് നഷ്ടം വരുത്തൽ ഇസ്ലാം ദീനിൽ അനുവാദം ഉണ്ടോ? പിന്നെ ഇങ്ങനെ ഉപ്പ വിട്ടുവീഴ്ച ചെയ്യലാണ്. ഉപ്പാക്ക് എന്ത് വിട്ടുവീഴ്ച? ഉപ്പ കഴിഞ്ഞത്ര വാങ്ങിക്കൊടുക്കല്ലേ വേണ്ടത്? അങ്ങനെയുള്ളൊരു ചോദ്യം കണ്ട. പിന്നെ മൂന്നാമത്തത് എന്താ? നിക്കാഹിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഓൻ കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉടമ? അവനന്ന് കെട്ടിച്ചിരുന്നു എന്നല്ലാണ്ട്. അപ്പൊ നിക്കാഹിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്?
സൗജ് തന്നെയാണ്. ആരല്ല? കൂടാതെ നിങ്ങളെ മാപ്പ് ചെയ്യലാണ് തഖ്വയിലേക്ക് ഏറ്റവും അടുത്തത്. നിങ്ങളെ മാപ്പ് ചെയ്യല്. ഈ നിങ്ങളാരാ? സൗജല്ലേ? അതല്ലേ ഖൈറായ അമലാവുള്ളൂ. പെണ്ണിന് കിട്ടാനുള്ള ഒരു അവകാശം വേണ്ടാന്ന് വെക്കല് അക്രമലി തഖ്വയാവോ? അൽ-ബഖറ 237 വാൻ തഅഫു അക്രമലി തഖ്വന്നില്ലേ? രക്ഷിതാവ് മാപ്പാക്കി കൊടുത്തുകൊണ്ട് പെണ്ണിന് കിട്ടാനുള്ള നഷ്ടപ്പെടുത്തൽ ഖുസ്റാനല്ലത്. അപ്പോ ആര് തന്നെ ആവണം? ഖുസ്റാനുൽ മർഗത്തി അന്നായക്കൂൻ അക്രമയില തഖ്വാൻ. അതെങ്ങനെ തഖ്വയാകലി? കണ്ടാ? വാന്തഫു എന്ന് പറഞ്ഞത് അസ്വാജിലേക്ക് മടക്കിക്കോന്നാണ് മാലിക് ഇമാം പറയും. അടത്തുമ്പോ അസ്വാജിലേക്ക് മടക്കാം. അതുവരെ രക്ഷിതാവ് തന്നെ പറ്റോ? വാന്തഫു എന്ന് പറയുമ്പോ എന്താക്കുക? അസ്വാജിലേക്ക്. അപ്പോ അർത്ഥത്തിന് ഒരു മുടക്കവും. ഒന്നിക്കൽ നിക്കാഹിന്റെ ഉടമ മാപ്പാക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് രക്ഷിതാവ് തന്നെ പോലും. എന്ത് തന്നെ ആയാലും നിങ്ങളെ അഫുവാക്കൽ വലിയ കാര്യമാണ്. ആ നിങ്ങൾ കൊണ്ടുള്ള മുറാദ് അസ്വാജിലേക്ക് മടക്കാൻ. ഏത് വേണ്ട? മടക്കണ്ട. അപ്പൊ എന്തായി? ഇല്ലായി അഫൂന എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെ ഡയറക്റ്റ് മാപ്പാക്കട്ടെ. നിക്കാഹി എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് മാപ്പാക്കട്ടെ. എന്ന് പറഞ്ഞാൽ അതേ തന്നെയാണ് ആ അഭ്യർത്ഥന. ആരോട് തന്നെ? എന്ത് തന്നെയായാലും ഹരി സൗജിനോടാ കൽപ്പന. അപ്പൊ എല്ലാം തീർന്നില്ലേ? അതാണ് ഈ പറയുന്നത്. മാലിക് റളിയല്ലാഹു തആല അൻഹു സംസാരിക്കുന്നു ഫീ തലാഖിർ റജുലി ഇംറാതഹു. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ എന്താക്കുന്നു? തലാഖ് ചൊല്ലുന്നു. ഖബല അൻ യദ്ഖുല ബിഹാ. എന്തിനു മുമ്പ്? വഹിയ ബിക്റുൻ. ആ പെണ്ണ് ഇപ്പോഴും എന്താണ്? ചെറുതെന്നോ വലുതെന്നോ നോക്കൂല, കന്യകയാണ്. ഫയഫു അബൂഹാ. ഉപ്പ മാപ്പാക്കി കളഞ്ഞു. അൻ നിസ്ഫി സദാഖി. അവൾക്ക് കിട്ടേണ്ടുന്ന നേരെ പകുതി നിങ്ങൾ തരേ വേണ്ട എന്ന് പറഞ്ഞാൽ അന്നദാലിക ജായിസുൻ ലിസൗജിഹാ മിൻ അബീഹാ. ഉപ്പ പറഞ്ഞ കാരണത്താൽ സൗജി ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. കടം തേയിച്ച് മായ്ച്ചു കളഞ്ഞു. ആരുടെ പവർ കൊണ്ട്? ഉപ്പാന്റെ പവർ കൊണ്ട്. ഉപ്പാക്ക് കെട്ടിക്കാനുള്ള പവർ ഉള്ളതുപോലെ മഹർ കുറക്കാനും മഹർ തീരെ വേണ്ടാന്ന് പറയാനും ആർക്ക് പവർ ഉണ്ട്? ഉണ്ട്. ഫീമാ വല്ലാഹു. അവൻ ചെയ്യും പോലെ ചെയ്യട്ടെ. പെണ്ണ് പ്രതീക്ഷിച്ച തന്നെ വാങ്ങണം എന്നല്ല എന്ന് മാലിക് ഇമാം സമർത്ഥിച്ചു. ശരിയായില്ലേ? ഖാല മാലിക്കുൻ. മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, ഈ വിധി ഞാൻ കണ്ടുപിടിച്ചത് എങ്ങനെയാ? പതാലിക്ക. ഇതെങ്ങനെയാ ഈ വിധി വന്നത്? അന്നല്ലാഹു തബാറക വ തആല ഖാല. അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് ഫീ കിതാബി, തന്റെ ഖുർആനിൽ അൽ-ബഖറ 237. എന്താ പറഞ്ഞത്? ഇല്ലാ അയ്യഫൂന. അവരാണ് മാപ്പ് ചെയ്യേണ്ടത്. അവർ സ്ത്രീകള്. അത് അതാരുടെ കാര്യത്തിലാണ്? ഇല്ലാ അയ്യഫൂന. സംയോഗം ചെയ്യപ്പെട്ട ബിക്ർ അല്ലാത്ത സ്ത്രീകളെ പറ്റിയാ പറഞ്ഞത്. അവർ തന്നെ ഡയറക്റ്റ് മാപ്പാക്കിയെങ്കിൽ ഉള്ളൂ, ഞമ്മക്കൊന്നും പറയാൻ പറ്റൂല. സയ്യിബിന്റെ കാര്യത്തിൽ മാലിക് ഇമാം വാദിക്കുന്നു. സയ്യിബിന്റെ കാര്യത്തിൽ ആരെന്നെ പറയട്ടെ? എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ വിവക്ഷ അന്നിസാവു. അല്ലാത്തി. എങ്ങനെയുള്ള സ്ത്രീകളാണ്? എങ്ങനെയുള്ള സ്ത്രീകൾ? അവർ സംയോഗം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി ഭരണം മുഴുവനും ആരുടെ ഭരണിയില്ല. അപ്പൊ അവളുടെ അവകാശം വേണ്ട എന്ന് അവൾ തന്നെ പറയട്ടെ. എന്ന് പറഞ്ഞില്ലേ? അത് പിതാവിനെ സംബന്ധിച്ചാണ്. വിക്രായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിക്രായ മകളുടെ കാര്യത്തിൽ ശരിയായ വീറ്റവരോടെ സംസാരിക്കാൻ ആർക്ക് കഴിവുണ്ട്? വഴിയുണ്ട്. കെട്ടിക്കാൻ മാത്രമല്ല പോലും സംഖ്യ കുറക്കാൻ അല്ലെങ്കിൽ തീരെ വാങ്ങണ്ട എന്ന് ഡയറക്ഷൻ കൊടുക്കാൻ ആർക്കുണ്ട്? പക്ഷെ പെണ്ണെന്താവണം? ചെറുത് എന്നോ വലുതെന്നോ എന്റെ അടുക്കൽ വ്യത്യാസം ഉണ്ടാവില്ല. യജമാനൻ അമത്തിന്റെ കാര്യത്തിൽ മഹർ വാങ്ങണ്ട. കെട്ടിയ പുതിയ പെണ്ണോട് പറയും മഹർ കൊടുക്കണ്ട.
എൻ്റെ അമത്താണ്, എൻ്റെ അമത്ത്, നിങ്ങൾ പൈസ കൊടുക്കണ്ട പോട്ട് എന്ന് പറയാൻ ആർക്ക് പരിപൂർണ അധികാരമുണ്ട്? സയ്യിദിന് ഉണ്ട്. ആര് തെളിയിച്ചു? ഖാല മാലിക്കുൻ, ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു, വഹാദാ അല്ലദീ സമയതു ഫീ ദാലിക, ഇങ്ങനെയാണ് വഹാദാ അല്ലദീ സമയതു ഫീ ദാലിക വല്ലദീ അലൈഹിൽ അംറു ഇൻദനാ, ഞാൻ കേട്ടതും പഠിച്ചതും അനുഭവിച്ചതും എൻ്റെ മദ്ഹബിൽ മുഅ്തമദാക്കിയതും ഇതേ രൂപത്തിലാണ്. ഇതിനെതിരെ ഞാൻ പറയില്ല. നിക്കാഹിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അവിടെ സൗജാണ് എന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് എന്തെന്നെയാണ്? അതായത് നിങ്ങളുടെ വാദത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഉപ്പാക്ക് കെട്ടിക്കാനും സൗജിനെ കൊണ്ട കൊടുക്കാനും മാത്രമേ അധികാരമുള്ളൂ. പെണ്ണിന് കിട്ടുന്ന നയാ പൈസ അത് വേണ്ട എന്ന് പറയാൻ ആർക്ക് പറ്റൂല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പിന്നെ ഇതന്നെയാണ് മാലികി മദ്ഹബിൽ അന്തിമം. ഇതിന്റെ അപ്പുറത്തെ ഒരു അക്ഷരം ഉണ്ടെന്നാ പറയുന്നത്. തിരിഞ്ഞില്ലേ? ഇനി വഖാല മാലിക്കുൻ ഫിൽ യഹൂദിയത്തി, ജൂതത്തി പെണ്ണ്, നസ്രാണിയത്തി തഹ്തൽ യഹൂദിയ്യി, ജൂതന്റെ കയ്യിലുള്ള, അതേടെ ജൂതത്തി പെണ്ണ്, ജൂതത്തി പെണ്ണിനല്ലേ കെട്ടിയത്. അവിൻ നസ്രാണിയ്യി, നസ്രാനിയുടെ കയ്യിലുള്ള, അതേടെ അങ്ങനെ ഇപ്പൊ തുസ്ലിമോ പെണ്ണ് മാത്രം മുസ്ലിമായി, സംയോഗത്തിന് മുമ്പ് ആര് ഇസ്ലാം മതം സ്വീകരിച്ചു? എന്തിനു മുമ്പ്? ദുഖൂലിന് മുമ്പ്. എന്താകല് ദുഖൂലിന് ശേഷം അന്ന് കാത്തിരിക്കണം. ഇവനും കൂടെ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ? യുദ്ധം കഴിയുന്നതുവരെ കാത്തിക്കണം. വരുന്നില്ലെങ്കിൽ പിന്നെ അവർ പിരിഞ്ഞതായിട്ട് രേഖപ്പെടുത്തും. അന്ന് മുതലേ പിരിഞ്ഞതായിട്ട്. വരുന്നുണ്ടെങ്കിൽ അതേപോലെ കയറ്റിക്കൊള്ളണം. ഒന്നും ആക്കണ്ട. ഇടയിൽ നിന്നോ കുറച്ച് നാള് ആബ്സെന്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലാക്കണം. ഒരു ജൂതത്തി പെണ്ണ് ഒരു ജൂതന്റെ കയ്യിൽ, ജൂതനാണ് സൗജി. ഒരു നസ്രാണി പെണ്ണ് ആരുടെ കയ്യിൽ? അതായത് സൗജാരാണ്. എന്നിട്ട് പെണ്ണ് താല്പര്യപ്പെടുത്തു, ഇസ്ലാം മതം സ്വീകരിച്ചു. എന്ത് നടക്കുന്നതിന് മുമ്പ്? എന്തിനു ശേഷം? നിക്കാഹിന് ശേഷം. എന്തിനു മുമ്പ്? മുമ്പ്. എന്നാ എന്താ വിധി? വിവാഹബന്ധം വേർപെട്ട് കാത്തിക്കലൊന്നുമില്ല. ഇനി മഹർ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതാണ്. ഇനി അതേ തീരുമാനിക്കണ്ടു, കാത്തിരിക്കലില്ല. അങ്ങനെയാ വിധി. അതേ സമയത്ത് സംയോഗം നടന്ന ശേഷം ഇസ്ലാം മതത്തിൽ വരുന്നെങ്കിൽ പെൻഡിങ്ങിൽ വെക്കണം. യുദ്ധ കാലയളവുണ്ടല്ലോ, 3 ശുദ്ധി, അതുവരെ കാത്തിരിക്കാം. അതിന്റെ ഇടയിൽ മറ്റേയാളും കൂടെ ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നാൽ രക്ഷപ്പെട്ടു. ഇവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ തുടരും. എന്നിട്ടും വരുന്നില്ലെങ്കിൽ പോയതന്നെ ഭർത്താവ് പോയത് ഇന്ന് മുതൽ പോയതായിട്ടല്ല കൂട്ടല്, എന്ന് മുതൽ തന്നെ. പക്ഷെ ഓൻ പോയിനോ ഇല്ലയോ നമ്മ അറിയൂലല്ലോ. തിരിച്ചു വന്നെങ്കിൽ ഓനെ എടുക്കണ്ടേ? അതുകൊണ്ടാ കാത്തിരുന്നത്. ഇതിന് മനസ്സിലായ അന്നഹൂലാസദാഖലഹ, നയാ പൈസ എന്ത് കൊടുക്കണ്ട. കാരണം വിവാഹം ഇല്ലാത്ത സ്ഥാനത്താണ്. എന്തിനാ കൊടുക്കുന്നു? വിവാഹത്തിന് അടിസ്ഥാനമേ ഇല്ല ഇവിടെ. നേരെ മറിച്ച് ഒരു മുസ്ലിമായ ആളെന്നെയാണ് എന്തായത്, ഒരു മുസ്ലിം പെണ്ണിനെ കെട്ടിയത്. സംയോഗത്തിന് മുമ്പ് പിരിഞ്ഞങ്ങ് പോയി, ഞാൻ വരുന്നില്ല, തലാക്ക് ചൊല്ലിയിട്ട്. ആടാ പകുതി കൊടുക്കണ്ടേ? ഇവിടെ ഒന്നും കൊടുക്കണ്ടെന്ന്. ഇവിടെ നിലനിൽപ്പേ ഇല്ല പോലും. എന്തിനി? അന്നഹു ലാ സദാഖലഹ, എന്താ സദാഖില്ല, വേണ്ട വേണ്ട. 3 മദ്ഹബ് പറഞ്ഞതാണ്. ഹനഫി മദ്ഹബ് പറയുന്നത് പകുതി കൊടുക്കണമെന്നാണ്. പകുതി കൊടുക്കണം, പകുതി. ഇബാറത്ത് കേട്ടോ, അൽ ഫുർഖത്തു ഖബല വത്തിൻ, വേർപാട് അവളുടെ പക്കൽ നിന്ന്. ഓള് ഫസ്കാക്കിയത് ഇവൻ നൈബുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവൾക്ക് ഇത്തക്ക് കിട്ടിയത് കൊണ്ട്, ഇവൻ അടിമയായി വാക്കി, അല്ലെങ്കിൽ അവൾ ഇസ്ലാം മതത്തിൽ പോയത് കൊണ്ട്, അല്ലെങ്കിൽ അവൾ മതം തെറ്റിയിട്ട് പോയത് കൊണ്ട്, അല്ലെങ്കിൽ അവൾ കൊല കൊടുത്തത് കൊണ്ട്. ദൗജത്തല്ലഹു സഗീറ, ചെറിയ ഭാര്യക്ക് അവൾ കൊല കൊടുത്തത്, അവളാണ് സ്വീപ്പുണ്ടാക്കിയത്. അല്ലെങ്കിൽ അവളുടെ സബബ് കൊണ്ട് ഇവൻ പുറത്താക്കി, അവൾ കൈവുണ്ട്. എന്നാൽ തുസ്കിത്തുൽ മഹ്റ ബിഅന്നഹാ മിൻ ജിഹതിഹാ, നഷ്ടമാരൻ ഏറ്റെടുക്കട്ട്. അവള് ഇസ്ലാം മതത്തിലേക്ക് പോയത് അവളല്ലേ വരുത്തിയത്.
അപ്പൊ എന്ത് വേണ്ട? മഹർ വേണ്ട. ശരിയായില്ലേ? എല്ലാ മസലി 3 മദ്ഹബ് പറയുന്നു മഹർ വേണ്ടേ 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 വേണ്ട. അതിനുള്ള തെളിവായിപ്പം വായിച്ചത്. ഹനഫി മദ്ഹബ് പറയുന്നത് സാധാരണ കൊടുക്കും പോലെ. നിക്കാഹ് നടന്നതല്ലേ അന്ന്, അതുകൊണ്ട് അത് കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുന്നില്ല. ഇനി മഹർ കൊടുക്കുമ്പോൾ ഇത്ര അത്ര എന്നുണ്ടോ എന്നാണ്. അത് മാത്രം പറഞ്ഞാൽ തീർന്നു. കാല മാലിക്കുൻ ലാറ, ഞാൻ വിശ്വസിക്കുന്നില്ല. അന്തുഗഹൽ മറുകത്തു, പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടൽ ഞാൻ അനുവദിക്കൂല. അക്കല്ല മീൻ റുബോ ദീനാരി, റുബോ ദീനാരിനേക്കാണ് കുറഞ്ഞത് കൊണ്ട്. പൊന്നെന്നെ കൊടുക്കണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഒന്നിക്കിൽ പൊന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ റുബോ ദീനാർ, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ. റുബോ ദീനാർ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സ്വർണവും 1 ഗ്രാം സ്വർണത്തിൻ്റെ 16ൽ 1 ഭാഗം. അത്ര വാല്യൂ ഉള്ളതായിരിക്കണം മഹർ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കൊടുത്താൽ പറ്റൂല ഹലിക്കുന്നത്. കാരണം കട്ടവന്റെ കൈ മുറിക്കാൻ ഇതേ അളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവയവത്തിന്റെ ചാർജാണ് ആ പറഞ്ഞത്. ഇതുപോലെ തന്നെയല്ലേ പെണ്ണിന്റെ ഫർജ്. അതുകൊണ്ട് എത്ര വേണം? റുബോ ദീനാർ. അപ്പൊ എത്രയായി? റുബോ ദീനാർ 17/16 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സ്വർണവും 16ൽ 1 ഭാഗവും. പേപ്പർ നോക്കാൻ 1 ഗ്രാം സ്വർണത്തിന് എത്ര വില? അതിൻ്റെ കൂടെ അതിൻ്റെ 16ൽ ഒന്നും കൂടെ കൂട്ടാം. അത്രക്ക് കൊള്ളുന്ന സാധനമോ പൈസയോ പൊന്നോ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തു. ഇതിനേക്കാണ് 5 പൈസ കുറഞ്ഞാൽ പറ്റോ? ഇല്ല. നിക്കാഹ് ആരംഭിക്കാൻ പറ്റൂല. പോടും അത് നീ പറയൂല പോലും. കട്ടവന്റെ കൈ മുറിക്കുന്നതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയ ചാർജല്ലേ ഇത്. അപ്പൊ അത്രയെങ്കിലും ഫർജിനും കൊടുക്കണ്ടേ? ഇപ്പൊ എന്ത് വേണം? മറ്റു മദ്ഹബില് ഷാഫി മദ്ഹബില് മഹറിന് അളവുണ്ടോ? ഒന്നുമില്ല. ചെറുതോ വലുതോ ഏതും ആകാലോ. മാലിക്കി മദ്ഹബിൽ കർശന ഓർഡറാണ്. എന്താ ഓർഡർ? കൊടുക്കണം എന്നുള്ളത് ഇത്രാന്ന് കണക്കാക്കിയില്ലേ? റുബോ ദീനാർ, 1 ദീനാറിന്റെ 4/1 എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സ്വർണവും 1 ഗ്രാം സ്വർണത്തിന്റെ 16ൽ 1. അത് സ്വർണം തന്നെ കൊടുക്കണം എന്നവർ പറഞ്ഞാ ഇല്ല. സാധനങ്ങൾ അരി അല്ലെങ്കിൽ മുസാഫ് വേറെ എന്ത് കൊടുത്താലും മതി. അതിന്റെ വാല്യൂ എത്ര ഉണ്ടാവണം? റുബോ ദീനാർ. 1 ഗ്രാം സ്വർണവും 1 ഗ്രാം സ്വർണത്തിന്റെ 16ൽ 1. അത് പേപ്പർ നോക്കി വില കണക്കൂട്ടേ വേണ്ടി. സ്വർണത്തിന് 1 ഗ്രാമിന് എത്രയാ? അതിന്റെ 16ൽ 1 എത്രയാ? അത് രണ്ടും കൂടെ ടോട്ടൽ എടുത്തിട്ട് അത്രക്ക് മതിയായ മാല ബാച്ച് സാധനങ്ങൾ ഉറപ്പിക്കുക എന്തെങ്കിലും കൊടുത്തോ.